ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി. റെഡിയല്ലേ? ഓക്കെ, 90 സെക്കൻഡാണ്. മൈക്ക് അടുത്ത് പിടിക്കുക. ഉത്തരം പറയുന്നത് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾക്കറിയാം, സമ്മതിച്ചു. അത് എനിക്കും കൂടെ കേൾക്കണം, കാരണം പേര് പറഞ്ഞ പോലെ ഞാൻ കേട്ടില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. ബലരാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാതെ എവിടെ പോയിരുന്നു? സരസ്വതി നദിയുടെ തീരത്ത്. എന്തിനാണ് പോയതെന്ന് പറയാമോ? തീർത്ഥയാത്രയ്ക്ക്. ശരി ഉത്തരം. മഹാഭാരത പ്രകാരം ബ്രഹ്മഹത്യാ പാപത്തെ എത്ര പേർക്കാണ് ഇന്ദ്രൻ വിഭജിച്ചു കൊടുത്തത്? 75 പാസ്. ഓക്കെ. നരകത്തിലേക്ക് എത്താൻ എത്ര ദ്വാരങ്ങളുണ്ട്? 3 ദ്വാരങ്ങൾ. ശരി ഉത്തരം. രുക്മിയുടെ വില്ലിന്റെ പേരെന്ത്? ഐന്ദ്രം. ഐന്ദ്രം. ശരി ഉത്തരം. ഗുണകേശിയുടെ പതിയാണ്? സുമുഖൻ. ശരി ഉത്തരം. വിശ്വരൂപന്റെ മറ്റൊരു നാമം എന്ത്? തൃശിരസ്. ശരി ഉത്തരം. വനാന്തരത്തിൽ പ്രയോപവേശം ചെയ്യുന്ന ശിഖണ്ഡി പെൺകുട്ടിയെ ആരാണ് കണ്ടത്? സ്ഥൂണകർണൻ. ഗന്ധർവൻ. ഏതെങ്കിലും ഒരു ഉത്തരം. ഏതാണ് ഉത്തരം? 40 സെക്കൻഡ്. സ്ഥൂണകർണൻ. വനാന്തരത്തിൽ പ്രായോപവേശം ചെയ്യുന്ന ശിഖണ്ഡി പെൺകുട്ടിയെ ആരാണ് കണ്ടതെന്നാണ് ചോദ്യം. യക്ഷൻ. ശരി ഉത്തരം. ഓക്കെ. കൃഷ്ണാർജുനന്മാർ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നാണ് വ്യാസർ പറയുന്നത്? ശരി ഉത്തരം. ശാപത്തെ തുടർന്ന് നഹുഷൻ ആരായി തീർന്നു? പാമ്പായി തീരുന്നു. പാമ്പായി തീർന്നു. ശരി ഉത്തരം. ഏത് അസ്ത്രമാണ് പരശുരാമനെ ഉറക്കിക്കിടത്താൻ ഭീഷ്മർ പ്രയോഗിച്ചത്? പ്രാശ്വാപാസ്ത്രം. പ്രസ്വാഭാസ്ത്രം. ശരി ഉത്തരം. ആരുടെ പുനർജന്മമാണ് ശിഖണ്ഡി? അമ്പ. ശരി ഉത്തരം. വൃത്രമുഖത്തിൽ നിന്നും ഇന്ദ്രനെ മോചിപ്പിക്കാൻ ദേവന്മാർ ആരെയാണ് സൃഷ്ടിച്ചത്? ജൃംബിക. 2 ജൃംബിക. ശരി ഉത്തരം. 0. 12 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 11 ശരി. നിങ്ങൾക്ക് വിട്ടുപോയ ഒരു ചോദ്യം, മഹാഭാരത പ്രകാരം ബ്രഹ്മഹത്യാ പാപത്തെ എത്ര പേർക്കാണ് ഇന്ദ്രൻ വിഭജിച്ചു കൊടുത്തത്? ആർക്കെങ്കിലും അറിയാമോ? പറയൂ. 5. അതിനും ടെൻഷനില്ല പറയാൻ. 5. ഇനി അടുത്തതായി ചിന്മയ വിദ്യാലയ നരുവാമോട്. ടെൻഷൻ ഉണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. മദ്രാധിപതി ആരായിരുന്നു? ശല്യർ. ശരി ഉത്തരം. നഹുഷനെ ഭയന്ന് ഇന്ദ്രൻ എവിടെയാണ് ഒളിച്ചു താമസിച്ചത്? ഹിമാലയത്തിന്റെ അടുത്തുള്ള ഒരു സരസിലുള്ള താമരപ്പൂ. താമരപ്പൂ. ശരി ഉത്തരം. ധർമ്മത്തിന് എത്ര മാർഗങ്ങളുണ്ടെന്നാണ് വിതുരർ പറയുന്നത്? 75 സെക്കൻഡ്. ധർമ്മത്തിന് എത്ര മാർഗങ്ങൾ ഉണ്ടെന്നാണ് അറിയില്ല, വിതുരർ പാസ്. പറയുന്നത്? ഓക്കെ, സ്കിപ്പ്. മഹാഭാരത യുദ്ധത്തിൽ ഒഴിഞ്ഞു നിന്ന മഹാവീരന്മാർ ആരെല്ലാമാണ്? ബലരാമൻ, രുക്മി. ഓക്കെ. സുമുഖന് ആയുസ് നൽകിയത് ആര്? ഇന്ദ്രദേവൻ അമൃത് നൽകി. ഓക്കെ. സിന്ധു രാജ്യത്തെ രാജാവാര്? ജയദ്രഥൻ. തെറ്റിപ്പോയി. ശിഖണ്ഡി പെൺകുട്ടിക്ക് ആരാണ് പുരുഷത്വം നൽകിയത്? സ്ഥൂണാകർണൻ എന്ന യക്ഷൻ. ശരി ഉത്തരം. യുദ്ധത്തിൽ ശകുനിയെ ആര് വധിക്കുമെന്നാണ് സഞ്ജയൻ പറയുന്നത്? സഹദേവൻ. സഹദേവൻ. ശരി ഉത്തരം. പാണ്ഡവന്മാർക്ക് എത്ര അക്ഷൗഹിണി സൈന്യമാണ് യുദ്ധത്തിനുണ്ടായത്? 7. ശരി ഉത്തരം. കൃഷ്ണാർജുനന്മാരുടെ മഹത്വം വെളിവാക്കുന്ന ദമ്പോദ്ഭവന്റെ കഥ കൗരസഭയിൽ പറഞ്ഞത് ആര്? പരശുരാമൻ. ശരി ഉത്തരം. ശിഖണ്ഡിയുടെ പിതാവ് ആരായിരുന്നു? ദ്രുപദൻ. ശരി ഉത്തരം. ജൃംഭ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കോട്ടുവായ്. ശരി ഉത്തരം. ദ്രോണർ ആരെയാണ് അർദ്ധരഥൻ എന്ന് വിളിച്ചത്? അർദ്ധരഥി എന്ന് വിശേഷിപ്പിച്ചത്? കർണൻ. കർണനെ. ശരി ഉത്തരം. കൗരവന്മാർ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് ദൂതനായി അയച്ചത് ആര്? 5 സഞ്ജയൻ. സെക്കൻഡ്. സഞ്ജയനെ. വിശ്വരൂപനെ വധിച്ചത് ആര്? ഇന്ദ്രൻ. ഇന്ദ്രൻ. ശരി ഉത്തരം. അവസാനത്തെ സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു. ഒരു സ്കിപ്പ്, ഒരു തെറ്റ്. 15-ൽ 13. 130 മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്.